നമസ്കാരം. കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച പത്തനംതിട്ട പീഡനക്കേസിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയെടുത്തു. അടൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തിയത്. കേസിൽ ഇന്ന് ഒരു പ്രതി കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 44ആയി. ഇനി 15 പേരെ കൂടിയാണ് കണ്ടെത്താൻ ഉള്ളത്. ഇതിൽ 2 പേർ വിദേശത്താണ്. ഇവർക്കായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും അന്വേഷണത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും കേസിൻ്റെ മേൽനോട്ട ചുമതലയുള്ള DIG അജിത ബീഗം പറഞ്ഞു. 5 വർഷത്തെ പീഡന വിവരങ്ങൾ ആയിരുന്നു പെൺകുട്ടി വെളിപ്പെടുത്തിയത്. പൊതുവിടങ്ങളിൽ വെച്ചാണ് ഇവരിൽ പലരും പെൺകുട്ടിയെ ചൂഷണം ചെയ്തത്. പത്തനംതിട്ട ജനറൽ ആശുപത്രി പരിസരത്ത് വെച്ച് പോലും പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിരുന്നു. കേസിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലോ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ? നമ്മൾ പാഠം പഠിക്കാത്തതെന്ത്? ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CWC ചെയർമാൻ അഡ്വക്കേറ്റ് N രാജീവ്, അഡ്വക്കേറ്റ് PV വിജയമ്മ CWC മുൻ അംഗം, ഡോക്ടർ LC ഉമ്മൻ സൈക്യാട്രിസ്റ്റ്, ഡോക്ടർ സംഗീത ചേരമ്പള്ളി അധ്യാപിക, ഡോക്ടർ സോയ ജോസഫ് കോൺഗ്രസ് നേതാവ് എന്നിവർ ആണ്. ആദ്യം ഡോക്ടർ സോയ ജോസഫ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. നമ്മുടെ സംവിധാനങ്ങളുടെ പിടിപ്പുകേടിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത് എന്ന്. എന്തായാലും ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നു. പെൺകുട്ടി തനിക്കുണ്ടായ തിക്താനുഭവങ്ങൾ പുറത്ത് പറയുന്നു. അതിനുശേഷം ഒരന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇപ്പോഴിതാ 44 പേർ പിടിയിലാകുന്നു. പോലീസ് ശരിയായ ദിശയിലല്ലേ? അന്വേഷണം ശരിയായ ദിശയിലല്ലേ? ഇല്ല, ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് 5 വർഷം കടന്നുപോയിട്ടുള്ള ഒരു ട്രോമയാണ്. ഒരു കേവലം നമ്മുടെ സംവിധാനങ്ങൾ ശക്തമായിരുന്നെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും പറയാൻ കഴിയുന്നപ്പോ നമ്മള് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സ്കൂളുകളിൽ ഉൾപ്പെടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആ സംവിധാനങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം അതൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, വളരെ പ്രോപ്പറായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ 5 കൊല്ലം ആ കുട്ടി ഇടപെട്ടിരുന്ന സ്കൂളുകളിലോ അല്ലെങ്കിൽ കായിക മേഖലയിലോ അതുമായി ബന്ധപ്പെട്ടൊന്നും ആരോടും പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്തരം കൗൺസിലിങ്ങുകളോ ഒന്നും. കാരണം നമ്മുടെ സ്കൂളുകളിൽ എന്തെങ്കിലും ഇത്തരത്തിലൊരു അപകടം പറ്റുമ്പോൾ അത് തുറന്ന് പറയാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സ്നേഹിത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെയൊക്കെ 5 വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. 1800 ദിവസങ്ങൾ എന്ന് പറയുന്നതും നിസ്സാരമല്ല. നിരന്തരമായി നമുക്ക് ഒഴിവാക്കാമായിരുന്ന 64 ആളുകളിലേക്ക് എത്തുന്ന എത്രയോ നീണ്ട, അല്ലെങ്കിൽ ഒരാൾ തന്നെ പലതവണ ഉപയോഗിക്കപ്പെട്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും, പലതവണ ഇത്തരത്തിലൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ ആ കുട്ടി കടന്നു പോകേണ്ടി വന്ന 5 വർഷങ്ങൾ നമ്മൾ ആലോചിക്കണം. അതൊരു നിസ്സാര കാര്യമായി നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. ഇപ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇനിയും കുട്ടികൾ ഒരു പക്ഷേ സ്കൂളുകളിൽ ഉണ്ടാവാം, വീടുകളിൽ ഉണ്ടാവാം, അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മുടെ വിദ്യാലയങ്ങൾ, അധ്യാപകർ എന്നൊക്കെ പറഞ്ഞ, കാരണം മാതാപിതാക്കൾക്ക് പലപ്പോഴും വലിയ പരിധികളുണ്ട്. പ്രത്യേകിച്ചും മിഡിൽ ക്ലാസ്സിനും അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിനും ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നൊക്കെ വരുന്ന, അത് എക്കണോമിക്കലി ആവാം, സോഷ്യലി ആവാം, എന്തുമാവാം. അപ്പൊ അത്തരത്തിലൊക്കെ വരുന്ന ഇടങ്ങളിൽ വലിയ പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം ഇടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ, സ്കൂളുകളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഇതൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷെ അത്തരമൊരു ഘടകം പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇപ്പോൾ കാരണം ഇപ്പം CWCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടുന്ന് ഒരു കൗൺസിലറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് പുറത്തേക്ക് വന്നു എന്നുള്ളതും നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഞാൻ താങ്കളിൽ നിന്ന് ആരംഭിക്കാൻ കാരണം, ഇപ്പോൾ നമുക്കറിയാം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം, അത് നടി ഹണി റോസ് നൽകിയ പരാതി. അതിന്മേൽ വ്യവസായി കൂടിയായിട്ടുള്ള, സാമ്പത്തികമായി വലിയ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന, നിരവധി ഫാൻസ് ഉള്ള, നിരവധിയായ ആളുകൾക്ക് ജോലി നൽകുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ജയിലിൽ അകപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ 6 ദിവസത്തിന് ശേഷം മാത്രം ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഇപ്പോഴും പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ തീർച്ചയായും ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ടാകാം, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഒരു പരാതി മുന്നിലേക്ക് എത്തുന്നു.
അതിനുശേഷം നമ്മുടെ സംവിധാനം എങ്ങനെ പ്രവർത്തിച്ചു എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അവർ നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് 2 പ്രതികൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കും എന്ന് അടക്കം പറയുമ്പോൾ കൃത്യമായി ഈ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അവർ ശിക്ഷിക്കപ്പെടും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? അല്ല, അത്തരത്തിൽ പറഞ്ഞു വെക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഞാൻ തീർച്ചയായും കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതേ കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2 സർക്കാരുകൾ നമുക്ക് ഇപ്പൊ വാളയാറിലും വണ്ടിപ്പെരിയാറിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അന്വേഷണവും അതല്ലെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള കൊട്ടിഘോഷിക്കലുകൾ നടന്നു. പക്ഷേ ഈ 2 കേസുകളെ സംബന്ധിച്ചും വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേരളത്തിലെ പൊതുസമൂഹത്തിനില്ല. ഇപ്പൊ ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും വലിയ ഹൈപ്പും വലിയ ധൃതിയും വലിയ രീതിയിലുള്ള മീഡിയ അറ്റൻഷനും ഒക്കെ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ സ്ത്രീപക്ഷത്തിന്റെ വലിയ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വാഗ്വാദങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇതിന്റെയൊക്കെ ട്രയലിലേക്ക് കടക്കുമ്പോൾ, അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രതിയുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് അതിനൊക്കെ അനുസരിച്ച് സർക്കാർ മൂളുകയും സർക്കാർ ചലിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാണുന്നുണ്ട്. അത് ഏറ്റവും നിരാശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ആലുവയിലെ കേസുമായി ബന്ധപ്പെട്ട് ആലുവയിൽ അന്യസംസ്ഥാന തൊഴിലാളി ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസ് ഉണ്ടായപ്പോൾ എത്ര പെട്ടെന്നാണ് അന്വേഷണം നടന്നത്. അപ്പൊ നമ്മുടെ പോലീസിന് സംവിധാനങ്ങളില്ലാഞ്ഞിട്ടല്ല, പോലീസിന് കർശനമായി പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ പലപ്പോഴും പ്രതിക്ക് ജാതി ഉണ്ടാകുമ്പോൾ, മതം ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ അത്തരത്തിലൊന്നും മുന്നോട്ട് പോകാനുള്ള കഴിവും കെൽപ്പും ഈ സർക്കാരിനില്ല എന്ന് പലതവണ തെളിയിച്ചതാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് PV വിജയമ്മ, നമ്മൾ ഇവിടെ ഉയരുന്ന ഒരു സംശയം എന്നത് തീർച്ചയായും 5 വർഷക്കാലമായി ഈ പെൺകുട്ടി ഇത്രമേൽ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു. അത് ആരോടും തുറന്നു പറയാൻ പറ്റാതെ പോയ ഒരു സാഹചര്യം. നമ്മുടെ സംവിധാനങ്ങളൊന്നും ഇത് അറിഞ്ഞില്ലേ, വിദ്യാലയത്തിൽ അവസരം ലഭിച്ചില്ലേ? ചോദ്യങ്ങൾ നിരവധിയാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു പരാതി മുന്നിലേക്ക് എത്തി. അത് വന്ന വഴിയൊക്കെ മലയാളികൾക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകാത്തത്. നിലവിൽ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഒട്ടനവധിയായ ഉദാഹരണങ്ങൾ ഇതിനു മുമ്പും നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടുന്ന നിരവധിയായ ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ നോക്കൂ, ഈ പ്രതിപ്പട്ടിക എന്നത് അത്രമേൽ വലുതാണ്, അതിലേറെ കോംപ്ലിക്കേറ്റഡുമാണ്. ആ പ്രതിപ്പട്ടിക പരിശോധിച്ചാൽ അതിൽ പ്രായപൂർത്തിയാകാത്തവരുണ്ട്, നാട്ടുകാർ ഉണ്ട്, കുടുംബത്തിൽ നിന്നുള്ള അച്ഛൻ്റെ സുഹൃത്തുക്കൾ അടക്കം ഉള്ളവർ ഉണ്ട്, പരിശീലകർ ഉണ്ട്. അങ്ങനെ പട്ടിക വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നിരുന്നാൽ പോലും അവരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന്, മറ്റുള്ളവരെ പിടികൂടുന്നതിനുള്ള ഒരു ആർജവവും വേഗതയും നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഈ കേസിനകത്ത് പരാതി ഉയർന്നു കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും പേരെ, ഏകദേശം 44ഓളം പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ താങ്കൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഹണി റോസിന്റെ കാര്യത്തിനകത്തും കേസിനകത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അദ്ദേഹം 6 ദിവസത്തോളം ജയിലിൽ പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാല് വളരെ ത്വരിതഗതിയിലുള്ള ഒരു ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അത് മുൻകാലങ്ങളിലെ കേസുകളുടെ ആ ഒരു വിധി പ്രസ്താവത്തിന് ശേഷം ഉണ്ടായ സർക്കാരിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു നടപടിയും കൂടി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിന്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതും അതിന്റെ ചാർജ് ഷീറ്റ് നൽകേണ്ടതും തെളിവ് ശേഖരിക്കേണ്ടതും ഒക്കെ പോലീസുകാരാണ്. അപ്പൊ അവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏകദേശം 5 ദിവസം കൊണ്ട് 44ഓളം പേരെ അറസ്റ്റ് ചെയ്തു, അകത്താക്കി എന്നുള്ളത് തന്നെ ഒരു ആദ്യത്തെ നടപടി എന്നുള്ള നിലയിൽ അതിനകത്ത് വേറെന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നതാണ് ഇപ്പോൾ തോന്നുന്നത്. ഒപ്പം ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിദേശത്തുള്ള പ്രതികളുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അതിലെ പ്രതിപട്ടികയിലേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് ഇത്തരം വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിനടക്കം പരിമിതിയുണ്ട്. ഇപ്പോഴും ആ പെൺകുട്ടിയുടെ സ്വകാര്യതയെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ടാണ്. പക്ഷേ ആ സ്വഭാവം താങ്കൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, ആ പ്രതിപട്ടികയുടെ സ്വഭാവം. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇനി പോലീസിനെയും അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുന്നുണ്ടോ താങ്കൾ? എന്നോടാണോ? അതെ, തീർച്ചയായിട്ടും ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളം വളരെ ഒരു സാമ്പത്തികമായി വളരെ ഒരു താഴ്ന്ന ചുറ്റുപാടിലുള്ള ഒരു കുട്ടിയാണ്. അതോടൊപ്പം തന്നെ ഇൻവോൾവ് ആയിട്ടുള്ളവരും അത്തരത്തിലുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
പിന്നെ കുറെ സാമൂഹ്യ വിരുദ്ധന്മാരും ഒക്കെ തന്നെ ഇപ്പൊ കഞ്ചാവ് കേസിലെ അല്ലെ കഞ്ചാവ് ഉപയോഗത്തിലുള്ളവരും, അതുപോലെ മോഷണ കേസിലെ പ്രതികളും, അതുപോലെ പ്രതികൾ ഉൾപ്പെടെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ലോവർ ക്ലാസ് അല്ലെ വർക്കിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പ്രതികൾ. ഇനിയും പിടികൂടാനുള്ളവര് എത്തരത്തിലാണോ, രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണോ, അങ്ങനെയാണെങ്കിൽ അല്ലെ ആൾ സ്വാധീനമോ സാമ്പത്തിക സ്വാധീനമോ ഒക്കെ ഉള്ളവരാണെങ്കിലാണ് കേസിന്റെ വഴിതിരിഞ്ഞു പോകുന്നത്. നമ്മൾ മുൻകാലങ്ങളിലെ പല കേസുകളിലും അത് കണ്ടിട്ടുള്ളതാണ്. ഇനിയാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളവരുടെ സാമ്പത്തിക ചുറ്റുപാടും അവർക്ക് എത്രമാത്രം രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ടോ അതൊക്കെ അനുസരിച്ചായിരിക്കും ഇനിയും കേസിന്റെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് എൻ രാജീവ്, ഇവിടെ നമുക്ക് അറിയാം ഈ ചർച്ചയുടെ ഇടയിൽ ശ്രീമതി സോയ ജോസഫ് സൂചിപ്പിച്ചു വന്നു, വാളയാർ പോലുള്ള വിഷയങ്ങൾ സൂചിപ്പിച്ചു വെച്ചു. ഏറ്റവും ഒടുവിൽ ആ കേസിലെ തന്നെ ഒരു ട്വിസ്റ്റ് നമുക്കറിയാം. അതിൽ പ്രതിപട്ടികയിലേക്ക് അച്ഛനും അമ്മയും ഒക്കെ എത്തുന്ന സാഹചര്യം, നേരത്തെയും അത്തരം ചില സംശയങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അതിപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെയും നിരവധിയായ സംശയങ്ങൾ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് ഈ വാർത്ത കേൾക്കുന്ന പ്രേക്ഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഈ 5 വർഷക്കാലം ഈ പെൺകുട്ടിക്ക് എങ്ങനെ പുറത്തു പറയാൻ സാധിക്കാതെ പോകുന്നു, ഇവിടെ ഉപയോഗിക്കപ്പെട്ട ഫോൺ നമ്പർ എന്നത് ഈ കുട്ടിയുടെ അച്ഛൻ്റേതാണ്. അങ്ങനെയുള്ള നിരവധിയായ സംശയങ്ങളാണ് ഇപ്പോഴും ശേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നതിനപ്പുറത്തുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് സംശയിച്ചാൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയാനാകുമോ? സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത ശേഷം ഒന്ന് സംസാരിക്കാമോ? ഞാൻ ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കേട്ട ഒരു ചോദ്യം, അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ ചാനൽ ചർച്ചകളിലെല്ലാം ഉയർന്നു വന്നതാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കുട്ടി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞില്ല എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്ന അതൊരു ഖേദകരമായ ചോദ്യമാണ്. കാരണം അങ്ങനെ ആർക്കെങ്കിലും സാങ്കേതികമായി ഒരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്ന പോലെ പറയാൻ കഴിയുന്നതല്ല ഒരാൾക്കുണ്ടാകുന്ന അനുഭവം, ദുരനുഭവം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അത് അങ്ങനെ അത്തരത്തിലൊരു കാലതാമസം ഉണ്ടായാൽ പറയരുതെന്നാണോ പറഞ്ഞു വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയാണെങ്കിൽ പോലും ഈ കുട്ടിയുടെ ഇപ്പോൾ ഉള്ള ഒരു മാനസിക നില പോലും ഇത്രയും പേര് പ്രതികൾ ഉൾപ്പെട്ടതിനകത്ത് അന്വേഷണത്തോട് സഹകരിച്ച് നിൽക്കുകയും അതിനു മുമ്പ് CWCയോട് തുറന്നു പറയാനും ഒക്കെ കാണിച്ച ആ കുട്ടിയുടെ ഒരു ആർജവവും ധൈര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് പോലും ആ കുട്ടിയുടെ മനോനില നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ നല്ല മനോനിലയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ ഇപ്പൊ പങ്കുവെച്ചു പോകുന്ന ഒരു കുട്ടി ഉണ്ട് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞ് അതേപോലെ സമാന അനുഭവങ്ങൾ ഉള്ളവരെ ഇപ്പോഴെങ്കിലും പറയാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം എന്തുകൊണ്ട് 5 വർഷമായിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്നത് ഇനി പറയാനുള്ളവരെ പിന്നോട്ടടിക്കുന്നതിന് തുല്യം അങ്ങനെ കാണേണ്ടതില്ല സാർ. അതിനെ അങ്ങനെ നമ്മൾ വിമർശനാത്മകമായി നോക്കിക്കാണുമ്പോൾ ആ ഒരു സെൻസിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സംവിധാനത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ബാഡ് ടച്ച് ഉണ്ടായാൽ അത് ആരിൽ നിന്നുമാകട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നാകട്ടെ, പുരോഗമനപരമായ സമൂഹം എന്ന നിലയിൽ ആ പെൺകുട്ടി കുറെ കൂടെ നേരത്തെ അല്ലെങ്കിൽ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഞാനൊന്ന് പറഞ്ഞു വെച്ചോ, എന്റെ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. പറയൂ. അപ്പൊ അത്തരത്തില് പറഞ്ഞ് കുട്ടിക്ക് ഓപ്പൺ അപ്പ് ആകാനുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു സിസ്റ്റം പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല അത് പറയാതെ പോകുന്നത്. അതിന്റെ ആ കുട്ടിയുടെ ഒരു മനോനിലയുടെ പ്രശ്നമുണ്ട്. അത് കാണാതെ നമ്മള് സിസ്റ്റത്തെ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ സിസ്റ്റത്തെ മുഴുവൻ തള്ളി പറയുന്ന തരത്തിൽ പോയിട്ട് കാര്യമില്ല. അതിന് സ്കൂൾ കൗൺസിലേഴ്സ് അടക്കം, സ്കൂളുകളിൽ 1098 എന്നുള്ള 112 എന്നുള്ള പുതിയ നമ്പർ അടക്കം, ടോൾ ഫ്രീ നമ്പറുകൾ അടക്കം പ്രദർശിപ്പിക്കുന്ന അടക്കം എല്ലാ സംവിധാനങ്ങളെയും ചുറ്റും ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ വേണ്ടത് എന്താ, ആ കുട്ടിക്ക് അല്ലെ ഏതൊരു കുട്ടിക്കും തുറന്നു പറയാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. ആ അന്തരീക്ഷം സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണോ സ്വന്തം മനോനിലയിൽ ഉണ്ടാവേണ്ടതാണോ എന്നൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ആ ചർച്ചയ്ക്ക് പോയാൽ ഒരു പക്ഷേ ഇനി തുറന്നു പറയാൻ നിൽക്കുന്നവർക്ക് പോലും അത് പിന്നോട്ടടിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ച കാര്യം. സിസ്റ്റത്തിന്റെ പെശകല്ല വരുന്നത്, കുറവുകളുണ്ടാവാം. എല്ലാം തികഞ്ഞൊരു സംവിധാനം നമുക്കുള്ള അഭിപ്രായം എനിക്കില്ല. മറ്റൊന്നുള്ളത് ഈ പറഞ്ഞ മുമ്പ് സർക്കാരിന്റെ ചില വീഴ്ചകളാണ്. ഈ കുട്ടികളുടെ വിഷയം വരുമ്പോഴെങ്കിലും അങ്ങനെയുള്ള രാഷ്ട്രീയ ചർച്ചകൾ മാറ്റിവെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ കാര്യത്തില് നമുക്കിപ്പോ ഈ പറഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ വരുന്ന കുറേയേറെ സംശയങ്ങളുണ്ട് പൊതുസമൂഹം ചോദിക്കുന്നതെന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ
സാങ്കത്യമുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം ആ കുട്ടിക്ക് തുറന്നു പറയാൻ ചിലതുണ്ട് എന്ന് പറഞ്ഞ ദിവസം തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ആ കാര്യങ്ങൾ കേൾക്കുകയും കേട്ട വിഷയങ്ങളെ അതിന്റെ എക്സ്പേർട്ടിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ആ കിട്ടിയ വിവരങ്ങൾ അപ്പോൾ തന്നെ ഒരു 3-4 ദിവസത്തെ റാപ്പോ ബില്ലിങ്ങിലൂടെ കിട്ടിയ വിഷയങ്ങളെ അപ്പോൾ തന്നെ സൂപ്രണ്ട് ഓഫ് പോലീസിന് SP കൈമാറി SP മുഖാന്തരം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന വിഷയങ്ങളെ FIR ആക്കി മാറ്റുകയും ആ FIR-ന്റെ കാര്യത്തിൽ തന്നെ ഓരോ FIR-ലും എടുക്കുന്ന നടപടിക്രമങ്ങൾക്ക് എടുക്കുന്ന ഒരു സാമാന്യ സമയമുണ്ട്. ആ സമയം എടുക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന കാലതാമസം, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ലാഗിങ് ആ വിഷയത്തിൽ വരുന്നില്ല. അപ്പൊ ആ ഓരോ വിഷയത്തിലും കുട്ടിയുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്, അതിനനുസരിച്ച് പ്രതിയെ കണ്ടെത്തേണ്ടതുണ്ട്, കണ്ടെത്തുന്ന പ്രതികളെ കുട്ടിയെ കാണിച്ച് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് 164 രേഖപ്പെടുത്തുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള നടപടികൾക്ക് എടുക്കുന്ന ഒരു സമയത്തിന്റെ അതിന്റെ ഒരു തീർച്ചയായും അവിടെ അഡ്വക്കേറ്റ് രാജീവൻ, തീർച്ചയായും താങ്കൾ പറയുന്നത് പോലെ ഉണ്ടാകുന്ന ടെക്നിക്കൽ സമയങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്കേതികത്വം എന്ന് പറയുന്ന നടപടികളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അത് രഹസ്യമൊഴിയാണ്. പക്ഷേ എൻ്റെ ചോദ്യം എന്നത്, ഒരു പക്ഷേ ഈ പെൺകുട്ടി ഇതുവരെ വെളിപ്പെടുത്തിയത് മാത്രമാണോ ഉള്ളൂ, ഇനിയും പുറത്തു വരാൻ ഏറെയുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിനുണ്ടാകുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തുമ്പോൾ പൊതുവേ ഒരു മീഡിയ ലിറ്ററേച്ചർ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ മീഡിയ സാക്ഷരത എന്ന് പറയുന്നത് മുന്നിൽ നിൽക്കുന്ന ജനതയാണ് കേരളത്തിലേത്. അതുകൊണ്ട് തന്നെ ഒരു വാർത്ത ലഭിക്കുമ്പോൾ അതിനെ അപ്പാടെ വിഴുങ്ങുന്നവരൊന്നുമല്ല മലയാളികൾ. അവർക്ക് പല സംശയങ്ങളുണ്ടാകാം. ആ സംശയങ്ങൾ ഞാൻ താങ്കളിലേക്ക് പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ആ സംശയങ്ങൾക്ക് അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇതാരും പറഞ്ഞ് കണ്ടെത്തിയ വിഷയമല്ല. കുട്ടി തന്നെ തുറന്നു പറയാൻ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ 62 പേരുടേതെന്നുള്ള നിലയ്ക്ക് പറയുന്ന വാക്കിന് അപ്പുറമായി ചിലതുണ്ട് എന്നത് എന്തിനാണ് നമ്മളിപ്പോ സംശയിക്കുന്നത്? ആ കുട്ടിയെ അതിന്റെ സ്വാതന്ത്ര്യത്തിൽ പറയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനപ്പുറമായിട്ട് പേരുകൾ ഉണ്ടെങ്കിലും അവിടെ അത് കണ്ടെത്താനും അന്വേഷിക്കാനും ഒരു മിഷനറി ഓണപ്പ് ചെയ്ത് ഗവൺമെന്റും അതിന് ചുറ്റുമുള്ള സംവിധാനങ്ങളെല്ലാം നിൽക്കുകയല്ലേ. അപ്പൊ എന്തിനാ അങ്ങനെ ഓണപ്പ് ചെയ്ത് നന്നായി ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ നമ്മൾ വാളയാർ പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ 2 വാദങ്ങളുണ്ട്. ഇപ്പോഴും അച്ഛനെയും അമ്മയെയും ഒക്കെ അതിലേക്ക് തെറ്റായി പ്രതി ചേർത്തതാണ് എന്ന തരത്തിലുള്ള വാദമുണ്ട്. മറുഭാഗത്ത് കേരളത്തിൽ നിന്നുള്ള നിരവധിയായ വാർത്തകൾ, ഞങ്ങൾ ഈ ന്യൂസ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പോലും അവിശ്വസനീയമാകുന്ന പലതും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ പെൺകുട്ടിയുടെ സ്വകാര്യതയെയോ അവരുടെ കുടുംബത്തെയോ ഒന്നും ബഹുമാനിക്കാത്ത ചോദ്യങ്ങളല്ല. നമുക്കറിയാമല്ലോ, ഇവിടെ ഈ ഫോൺ ഉപയോഗിച്ചിരുന്നു, അതായത് ആ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഫോൺ ഉപയോഗിച്ചിരുന്നു. ഇതിൽ അവരുടെ സുഹൃത്തുക്കളായ, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രക്ഷിതാക്കളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ വന്നു. ഇത് ഈ കുടുംബം മറച്ചു വെച്ചതാണോ എന്നതടക്കമുള്ള പല വിധത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും ഉയരുന്നത് കൊണ്ടാണ് ഞാൻ താങ്കളോട് അങ്ങനെ ചോദിച്ചത്. അല്ല, കുടുംബം എന്തിന് ഞാൻ പറഞ്ഞ അതൊക്കെ ഈ കുടുംബം മറച്ചു വെച്ചതാണോ എന്നുള്ള ചോദ്യവും സംശയവും ഒക്കെ അനാവശ്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ശരാശരിയിലും താഴെയുള്ള ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് അവരുടെ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും അവർ ജീവിക്കാനുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് പോകുന്നതിനിടയ്ക്ക് അവർക്ക് ഇങ്ങനെ ഒളിച്ചു വെക്കാനുള്ള സാഹചര്യം ഇതുവരെ, ഞാൻ പറഞ്ഞത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർത്ത് പറയാറായിട്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സംഗതി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, കുട്ടി തുറന്നു പറയാൻ കാണിച്ച മനസ്സിനോടൊപ്പം ആ രക്ഷിതാക്കൾ നിൽക്കുന്നതാണ് ഇന്നത്തെ ഈ നിമിഷം വരെയുള്ള ചിന്ത. എന്നിരിക്കും നമ്മൾ അനാവശ്യമായ ചോദ്യങ്ങളും സംശയങ്ങളുമായി ഉയർത്തി ഇതൊരു സെലിബ്രേറ്റ് ചെയ്ത് പോരെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാം. ഒരിക്കലുമല്ല. അത് ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറയുന്നു. ഈ വിഷയം ഇന്ന് വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നത് കേരളത്തിന്റെ പൊതുസമൂഹം ഞെട്ടുന്ന തരത്തിലാണ് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ കേട്ടിരുന്നത്. അതിൽ കുറ്റക്കാർ ആരാണ് എങ്കിലും അത് നമുക്കറിയാം, നമ്മുടെ വീടുകളിലോ വിദ്യാലയങ്ങളിലോ പൊതുവിടങ്ങളിലോ ഒന്നും നമ്മുടെ കുഞ്ഞുമക്കൾ സുരക്ഷിതരല്ല എന്നത് നിരവധിയായ ഉദാഹരണങ്ങളിലൂടെ സൂചിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്യാനല്ല ശ്രീ രാജീവൻ ഞങ്ങളിത് ചർച്ച ചെയ്യുന്നത്. ഇതിലൊരു കുറ്റക്കാരൻ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന ഉത്തമ ബോധ്യത്തോടെയും തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ സംഗീത, ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു തർക്കം എന്നത് എപ്പോഴാണ് ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്നുള്ളതാണ്. അത് തീർച്ചയായും എപ്പോഴാണോ അവർക്ക് നടത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ദിവസം നേരത്തെയെങ്കിൽ അത് നല്ലത് തന്നെ എന്നുള്ള അഭിപ്രായമാണ് പൊതുസമൂഹത്തിനുള്ളത്. പക്ഷേ സൂചിപ്പിക്കുന്ന പോലെ ഒരു പെൺകുട്ടിക്ക് ആരിൽ നിന്നുമാകട്ടെ, അത് സ്വന്തം കുടുംബത്തിൽ നിന്നാകട്ടെ, അധ്യാപകരിൽ നിന്നാകട്ടെ, അടുത്ത് ഇടപഴകുന്നവരിൽ നിന്നാകട്ടെ, ഒരു മോശം പെരുമാറ്റമുണ്ടായാൽ അത് പറയാനുള്ള ഒരിടം ഉണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുകിൽ കുടുംബത്തോട് പറയുക എന്നുള്ളതാണ്. പക്ഷെ കുടുംബത്തിൽ നിന്നും അത്തരത്തിൽ തിക്താനുഭവം ഉണ്ടായാൽ മറ്റൊരു വേദി ഉണ്ടാകണം.
അല്ലെങ്കിൽ വിദ്യാലയത്തിൽ പറയാനുള്ള അവസരം ഉണ്ടാകണം, അത് വിദ്യാലയത്തിൽ നിന്നുണ്ടായ മറ്റൊരിടമുണ്ടാകണം. അങ്ങനെ ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ അനിവാര്യമാണ്. അതാണ് നമ്മുടെ അനുഭവവും വർത്തമാനകാല സാഹചര്യവും ഒക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ താങ്കളുടെ നിരീക്ഷണത്തിൽ ഏത് തരത്തിൽ ഇപ്പോൾ ഈ പെൺകുട്ടി ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു പറഞ്ഞത്, അതിലൂടെ കുറേ അധികം ആളുകളെയെങ്കിലും പിടികൂടാനായത്, ഇനി കുറച്ചുപേരെ പിടികൂടാനുള്ള നമ്മുടെ കേരള പോലീസിൻ്റെ പരിശ്രമത്തെ എങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോ ഇന്ന് വരെയുള്ള ഒരു ഇത് നോക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം 40-ലേറെ പ്രതികൾ, 44ഓളം പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ കൃത്യമായി ഗൗരവത്തോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തകരോടാണല്ലോ കുട്ടി ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിനെ അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കുകയും അതിനെ വേണ്ട വിധത്തിൽ നിയമപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെ മനസ്സിലാക്കുന്നത്. കേരളം പോലെ ഒരു ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വേഗത്തിൽ ഇത് നടപ്പാകുന്ന കാര്യം ഇതൊന്നും നമുക്ക് മറന്നുകൂടാ. ഇതല്ലാത്ത എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്ത്യയിൽ നിന്ന് തന്നെയുണ്ട്. പെൺകുട്ടികൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്ന പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ട് അധിക കാലമായിട്ടില്ല. അപ്പോ ഒന്ന്, ഈ പെൺകുട്ടി ഏറ്റവും അവശ്യ വിഭാഗത്തിൽപ്പെട്ട ദളിത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു അമ്മ എന്നുള്ള നിലയ്ക്കും ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്കും അധ്യാപിക എന്നുള്ള നിലയ്ക്കും ഒക്കെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങൾ. ഇന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത, വളരെ പ്രശസ്തനായ ഒരു ഹാസ്യ നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 4 വയസ്സുള്ളതാണ്, കുട്ടിക്കൽ ജയചന്ദ്രൻ അല്ലേ, അംഗീകരിക്കപ്പെട്ടില്ല. 4 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുടെ പുറത്ത്. അപ്പോ ഈ 4 വയസ്സുള്ള കുട്ടികളടക്കം വീട്ടിന്റെ അകത്ത് ചൂഷണം ചെയ്യപ്പെടുന്ന, വീടിന്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന മറ്റൊരാളായാലും ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്ന അതിഭീകരമാണ്. മാത്രമല്ല 90% കേസുകളിൽ പരിചയമുള്ള ആളുകളോ അടുപ്പമുള്ള ആളുകളോ ആണ് ഇതില് പ്രതികളായിട്ട് ഉണ്ടാകുന്നതും. അപ്പോ ഈ പ്രതിപട്ടികയില് വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 18 വയസ്സ് തികയാത്ത ആൺകുട്ടികൾ കുറെ പേരുണ്ട്. 17-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് ഇതിൽ 50% പ്രതികളും എന്നുള്ളതാണ്. ഭൂരിഭാഗം പേരും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോ ഈ ഒരു ലൈംഗിക ചൂഷണത്തിന്റെ ഒരു എന്താ പറയാ ഒരു രീതി അത് കുറേം കൂടി താഴെയുള്ള പ്രായത്തിലേക്ക് ഇറങ്ങി വരികയും പ്രതികളിൽ കൂടുതലും ചെറുപ്പക്കാരായ പഠിക്കുന്ന കുട്ടികൾ, +2-നൊക്കെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ആകുന്ന ഒരു അവസ്ഥ പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പെൺകുട്ടികളെയാണോ ബോധവൽക്കരിക്കേണ്ടത്, സമൂഹത്തിനെയാണോ ബോധവൽക്കരിക്കേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം ഒരു വശത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഇത്തരം ഒരു കാര്യം ഒരു പെൺകുട്ടിക്ക് പുറത്ത് പറയുന്നതിന് പരിമിതികളുണ്ട്. അതിപ്പോ കുടുംബത്തിൽ പറയാനായാലും, പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും, പെൺകുട്ടിയെ സംബന്ധിച്ച് ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ആൺകുട്ടികളും തന്നെ, ആൺകുട്ടികളുടെ കേസുകളും പുറത്തേക്ക് വരാത്ത ധാരാളം കേസുകളുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോ പലപ്പോഴും അധ്യാപകർക്കായാലും വീട്ടുകാർക്കായാലും ഇത് കണ്ടെത്തുന്നതിന് പരിമിതികൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് ആ വീട്ടിൽ ചിലപ്പോൾ ഈ കുട്ടിയെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ അവരുടെ ജോലിയുടെയും മറ്റു കാര്യത്തിന്റെ ഇടയ്ക്ക് കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്പെക്കുലേഷൻസ് നടത്തുന്നതിൽ യാതൊരു അർത്ഥമില്ല. എങ്ങനെ ഇതിലേക്ക് എത്തി, ഇപ്പൊ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപക്ഷെ ഈ ഫോൺ ഈ കുട്ടി ഉപയോഗിക്കുന്നത് അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള മുൻകൂട്ടിയുള്ള സ്പെക്കുലേഷൻസിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പേടിപ്പെടുത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പോക്സോ കേസുകളിൽ സമൂഹത്തിന്റെ അനുമാനങ്ങൾക്കും ഒന്നും അവിടെ വലിയ പ്രസക്തിയില്ല. സമൂഹമല്ല ആ കാര്യത്തില് എന്താ പറയാ പുറത്തു വരുന്ന വാർത്തകളെ നോക്കി കാണാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അത് സ്പെക്കുലേഷൻസ് നടത്തുന്നത് പോലും കുറ്റകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് ഉപയോഗിക്കുന്നതും അതിനേക്കാളും ഹീനമായ ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഇത്തരം കേസുകൾ ഗൗരവമായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സമൂഹത്തെ സ്ഥിരമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറുള്ള ആളുകളും മുതിർന്ന സ്ത്രീകളായാലും, ഇപ്പൊ ഹണി റോസിന്റെ കേസിലായാലും അവിടെ തീർച്ചയായിട്ടും അവരുടെ പ്രശസ്തിയുടെ ഒരു ബലം ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ സമൂഹത്തിലേക്ക് പതുക്കെ കൊണ്ടുവരുന്ന, ആക്രമിക്കപ്പെട്ട നടിയുടെ കേസിലായാലും ഒക്കെ അത് വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഫേസ്ബുക്കിലെ ഒരു ട്രെൻഡിങ് കമന്റ് ആണ്, എന്തെങ്കിലും പറയാൻ പേടിയാണ്, കമന്റ് ചെയ്യാൻ പേടിയാണ്. ശരിയാണ്, കമന്റ് ചെയ്യാൻ പേടിക്കണം. കമന്റ് ചെയ്യാവുന്ന കാര്യങ്ങളെ കമന്റ് ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു ധാരണ സമൂഹത്തിന് ഉണ്ടായിട്ട് വരുന്നുണ്ട്. തീർച്ചയായും ഇന്ന് ഈ കേസ് പരിഗണിച്ച കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ പോലും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം നോക്കി അവരെ വിലയിരുത്താൻ നിൽക്കേണ്ടതില്ല എന്ന്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനും കേരളത്തിലെ ഒരു ജനതയെയും ആരും ഏൽപ്പിച്ചിട്ടില്ല.
അത് പോക്സോ കേസ് ആകുമ്പോൾ പ്രത്യേകിച്ചും തന്നെ ഈ കാര്യത്തിൽ നമ്മൾ നടത്തുന്ന നമ്മൾ ചർച്ചയിലായാൽ പോലും നടത്തുന്ന സ്പെക്കുലേഷൻസിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം അത് ആ കുട്ടിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്നത് മാത്രമല്ല, ആ കുട്ടി അനുഭവിക്കുന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു 13 വയസ്സ് തൊട്ടിട്ട് ഈ 5 വർഷത്തോളം നിരന്തരം പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയാണ്. അതിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കൊലപാതകത്തോളം തന്നെ ഹീനമായ, അതിനേക്കാൾ ഹീനമായ കുറ്റകൃത്യമാണ് വാസ്തവത്തിൽ ചെറിയ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത്. കാരണം അവരുടെ ക്യാരക്ടറിന്റെ ഫോർമേഷനെ അടക്കം അപകടത്തിലാക്കുന്ന, വലിയ തോതിൽ അവരെ ഭയത്തിന്റെയും ഒക്കെ അടിമയിലാക്കുന്ന ഒരു അല്ലാത്ത കാര്യമാണ് ഈ ലൈംഗിക പീഡനം എന്ന് പറയുന്നത്. അത്തരം അനുഭവമുള്ള നിരവധി ആളുകളെ, കുട്ടികളെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ അവസ്ഥയുടെ ഭീകരത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇത്തരത്തിലുള്ള കേസുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് മുതിർന്ന സ്ത്രീകൾ ഈ കാര്യത്തിൽ കൃത്യമായി നിലപാടെടുക്കുകയും ഏജൻസി പുലർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്ക് ഇത് തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുൻപ് നടന്ന ചൂഷണങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഏറ്റവും അവശരായ വിഭാഗത്തിലേക്ക് തിരിയുക എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. പിന്നെ ആൺകുട്ടികളും ഈ പറഞ്ഞ പോലെ സുരക്ഷിതരൊന്നുമല്ല. നമ്മൾ പുറത്തറിയുന്നതിൽ കൂടുതൽ കേസുകൾ ആൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. ഇത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ വീടിന്റെ അകങ്ങളെ പരിവർത്തിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. കുട്ടികൾക്ക് ഇത് പങ്കുവെക്കാവുന്ന, കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ടായാൽ തുറന്നു പറയാവുന്ന ഒരു അവസ്ഥ വീട്ടിന്റെ അകത്ത് ഉണ്ടാവേണ്ടതുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്. സിസ്റ്റത്തിനെ തള്ളി കളഞ്ഞുകൊണ്ടല്ല, സിസ്റ്റത്തിനെ പരിഷ്കരിച്ചുകൊണ്ടും സിസ്റ്റത്തിനൊപ്പം നിന്നുകൊണ്ടുമാണ് നമ്മൾ ഇതിനെ മെച്ചപ്പെടുത്തേണ്ടതെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സിസ്റ്റത്തിനെ മുഴുവൻ കുറ്റം പറയുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ വീട്ടിന്റെ അകത്തുനിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു മാറ്റമാണിത്. കൃത്യമായ കൗൺസിലിംഗ് സംവിധാനങ്ങളും അധ്യാപകർക്ക് അടക്കമുള്ള ഉള്ളവർക്ക് കുട്ടികളുമായിട്ടുള്ള കൃത്യമായ ഇടപെടാനുള്ള ഒരു സ്പേസും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ, ഞാൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്, കോളേജുകളിലൊക്കെ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട്. കുട്ടികൾ അവരുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിലൂടെ തുറന്നു പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടായി വന്നിട്ടുണ്ട്. സ്കൂളുകളിലും അത്തരം സംവിധാനങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സ്കൂളുകളിൽ അടക്കം അത്തരം കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട്. അതാണ് നമുക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ സംശയങ്ങൾ എന്ന നിലയിലുണ്ടാകുന്നു. അപ്പോൾ പോലും ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടിക്ക് ഇത് തുറന്നു പറയാൻ സാധിച്ചു എന്നതിനെ തീർച്ചയായും അംഗീകരിക്കുന്നു. അതിന് ബിഗ് സല്യൂട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ +2 വിദ്യാർത്ഥികൾ ആയിട്ടുള്ളവർ, അധ്യാപകർ എന്ന നിലയിൽ തന്നെ സേവനം ചെയ്യുന്ന പരിശീലകർ ആയിട്ടുള്ളവർ, പ്രദേശവാസികൾ, അങ്ങനെയുള്ള നിരവധി ആളുകളാണ് ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തത്. ആ ചൂഷണത്തെ ചോദ്യം ചെയ്യാനൊന്നും ഇവർ തയ്യാറായില്ല. അതെന്ത് തരം മാനസികാവസ്ഥയാണ് എന്നുകൂടി നമുക്ക് ഈ ചർച്ചയിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഡോക്ടർ എൽസി ഉമ്മനിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക്. ഡോക്ടർ എൽസി ഉമ്മൻ, ഞാൻ താങ്കളിലേക്ക് വരാൻ അല്പം വൈകിപ്പോയി, ക്ഷമിക്കുക. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതിലെ പ്രതിപട്ടിക പരിശോധിച്ചാൽ താങ്കളത് പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. +2 വിദ്യാർത്ഥികൾ ഉണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുന്നത് എന്ന് സംശയിക്കുന്നു. പരിശീലകർ ആയിട്ടുള്ളവർ ഉണ്ട്, പ്രദേശവാസികളായിട്ടുള്ളവരുണ്ട്, കുടുംബത്തിൻ്റെ പരിചയത്തിൽപ്പെട്ടവരായിട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാളിൽ നിന്നെങ്കിലും ഈ വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം ഈ പെൺകുട്ടി ഒരു ദുരന്തം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അതൊന്നും ഉണ്ടായില്ല. മറിച്ച് കഴിയുന്നത്ര ചൂഷണം ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ എല്ലാം മനോനില. അതെന്തുകൊണ്ടാകാം? പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ സമൂഹത്തില് ഏകദേശം 6 തൊട്ട് 8% വരെ ഇത്തരം മനോവൈകല്യങ്ങൾ ഉള്ളവരുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് പല തരത്തിൽ അതിനെ നമ്മൾ ഏത് സ്റ്റഡിയുടെ ബാക്കപ്പ് നോക്കിയാലും റിസർച്ച് നോക്കിയാലും പല തരത്തിൽ അതിനെ സബ് ഡിവിഷൻ വരെ നടത്തിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത്, മുതിർന്നവര് അപ്രാപ്യരാണെന്നുണ്ടെങ്കിൽ കുട്ടികളിലേക്ക് തിരിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇമ്പൾസ് കൺട്രോൾ, അതായത് അവനവന്റെ ഉൾപ്രേരണയെ നിയന്ത്രിക്കാൻ പറ്റാതെ അനിയന്ത്രിതമായിട്ടുള്ള ഉൾപ്രേരണ കൊണ്ട് ഇത്തരം സെക്ഷുവൽ അഡ്വാൻസ്മെന്റ് നടത്തുന്ന ആൾക്കാരുണ്ടാകാം. അതേപോലെ തന്നെ ചില ഉന്മാദ ഘട്ടങ്ങളിലൊക്കെയും ലൈംഗികത്വ ത്വര കൂടുമ്പോൾ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ എന്നുള്ളൊരു വേർതിരിവില്ലാതെ തന്നെ അവർക്ക് ജഡ്ജ്മെന്റ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട് ഈ തരത്തിലുള്ള ചൂഷണങ്ങൾ നടത്തുന്നവരുണ്ട്. ഇതിനെക്കാട്ടിലൊക്കെ നമ്മൾ ഭയക്കേണ്ടത്
ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പീഡോഫീലിയ ആ വാക്ക് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് 6 വയസ്സിന് താഴെയുള്ളവരാണ്. പക്ഷേ അതിനെക്കാട്ടിലും ഉപരി ഹെബിഫീലിക് ഉണ്ട്, അതേപോലെ തന്നെ എപ്പിബോഫീലിക് ഉണ്ട്. ഇതൊക്കെയും എന്ന് പറയുന്നത് പ്രായമനുസരിച്ച് തരംതിരിക്കുന്നതാണ്. 14 വയസ്സിന് താഴെ, അതായത് മെനാർക്കി തുടങ്ങാത്ത, മാസമുറ തുടങ്ങാത്ത കുട്ടികൾക്ക് താഴെയുള്ളവരെയാണ് ഈ ഹെബിഫീലിക് എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ളവരെയാണ് എപ്പിബോഫീലിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിൽ അഭിനിവേശം, കുട്ടികളോട് മാത്രം അഭിനിവേശമുള്ള വിഭാഗവുമുണ്ട്. ഇതിലും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ 50% ആളുകൾ കുട്ടികളെ ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ഇത്തരം ഉള്ള വീഡിയോ കണ്ട് അതും എല്ലാം ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മിച്ചം 50% ആളുകൾ അവർക്ക് സാധാരണഗതിയിൽ അവർക്ക് അവസരം കിട്ടാറില്ല, പക്ഷെ അവർ ഭാവന കണ്ട് സംതൃപ്തി അടയുന്നു. ഇതാണ് എല്ലാവിധ കണക്കുകളും സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായല്ലോ എത്രമാത്രം നമ്മൾ ഈ സമൂഹത്തിൽ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ള മാനസിക, അതിന്റെ കൂടെ തന്നെ ലഹരിയുടെ വർദ്ധിത ഉപയോഗം, ലഹരി ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടെങ്കിൽ പോലും സ്വയമായി നിയന്ത്രിക്കാൻ കഴിയാത്ത മാനസിക പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ മനോനില ഉള്ളവരുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ചില വിഭാഗമെങ്കിലും ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞ് സ്വയം നിയന്ത്രിക്കുന്നവരുണ്ട്. പക്ഷെ ലഹരി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത്തരം ഒരു ഇൻഹിബിഷൻ നഷ്ടപ്പെടുന്നു. അവർക്ക് എന്തും ഏതും ചെയ്യാനുള്ള വ്യഗ്രത കൂടുന്നു. അത് തന്നെയല്ല, ലഹരിയുടെ ഉപയോഗം കാരണം ലൈംഗിക ത്വര സാധാരണയെക്കാട്ടിലും വർദ്ധിക്കുന്നതിനും ഇടയാകുന്നു. അതിനോടൊപ്പം തന്നെ ശരി തെറ്റിനെ വിവേചിച്ചറിയാനുള്ള ഒരു ശേഷിയും നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഇത്തരം ദുരനുഭവങ്ങൾ കുട്ടികൾ നേരിടുന്നതിനുള്ള സാധ്യത ഏറെയാണ്. മറ്റേറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വികലമായ ലൈംഗിക കാഴ്ചപ്പാടുള്ള കൗമാരക്കാർ തന്നെയാണ്. അതിന് ഇപ്പോൾ ഈ മൊബൈൽ ഫോണിന്റെ അതിപ്രസരമായിട്ടുള്ള ഉപയോഗം അതിനൊരു വലിയ കാരണമാണ്. അനാവശ്യമായിട്ടുള്ള സൈറ്റുകളിലൂടെയും അല്ലെങ്കിൽ അത്തരം വീഡിയോകളൊക്കെയും കണ്ട് വികലമായിട്ടുള്ള ഒരു ലൈംഗിക കാഴ്ചപ്പാടോടെ വളർന്നു വരുന്ന ഒരു തലമുറ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇത്തരം, അതായത് അത് ഈ ടീനേജ് എന്ന് പറയുമ്പോൾ താങ്കൾ 18-ന് താഴെ എന്ന നിലയിലാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നുള്ളതാണോ? തീർച്ചയായിട്ടും 18 ആകാതെ ഉള്ള ടീനേജ് എന്ന് പറഞ്ഞാൽ 13 വയസ്സ് ടീൻ മുതലുള്ളത്. അതിപ്പോൾ ടീനേജ് പ്രായം ഇച്ചിലൂടെ ഏർലി ആണ്. അപ്പൊ ഒരു 10 വയസ്സിന് ശേഷം 18 വയസ്സിന് താഴെ, ബിറ്റ്വീൻ 10 to 18 ആണ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. ഈ പറഞ്ഞ കണക്കെല്ലാം അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഉപയോഗിക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ വരുന്ന കുട്ടികൾ പലപ്പോഴും ഈ കുട്ടികളുടെ തന്നെ വീഡിയോസ് കണ്ട് അതിന് അഡിക്റ്റ് ആയതുണ്ട്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. കാരണം ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നതാണ്. കാരണം അത്തരം രീതിയിലുള്ള സൈറ്റ്സ് അവൈലബിൾ അല്ല. അതെങ്ങനെ ഈ കുട്ടികൾ ആക്സസ് ചെയ്യുന്നത് പോലുള്ളത്, കാരണം അത് കുറ്റകരമാണ്. ആരെങ്കിലും ആക്സസ് ചെയ്താൽ തന്നെ അത് പിടിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അത്രയും നിയമം ശക്തമായിരിക്കെ ഇവർക്ക് ഇത് എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ തരത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ വികലമായ കാഴ്ചപ്പാടോടെ വളർന്നു വരുന്ന ഒരു തലമുറ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ 18 വയസ്സിൽ താഴെ തന്നെ ഇത്തരം അക്രമം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയല്ല, അതിനുശേഷവും ഇത്തരം അക്രമം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു വശം. മറുവശം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഈ കുട്ടി ഇത്രയും വർഷം പറഞ്ഞില്ല. തീർച്ചയായിട്ടും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അത് പല ഫാക്ടേഴ്സിനെ അനുസരിച്ചാണ്. ഏത് പ്രായത്തിലാണ് ഈ കുട്ടിക്ക് ലൈംഗിക ചൂഷണം ഉണ്ടാകുന്നത്, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 15 വയസ്സിന് ശേഷമുള്ള കുട്ടി കുറെ കൂടെ വെർബലൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള കുട്ടിയാണ്. ഇത് 5 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു 12 വയസ്സിൽ തുടങ്ങി എന്ന് വെച്ചാൽ 13 വയസ്സിൽ ആണ് ഇത്തരത്തിൽ പീഡനം നേരിട്ട് തുടങ്ങിയത് എന്നുള്ളതാണ് വിവരം. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിക്ക് സാധാരണയുള്ള ഒരു ലൈംഗികത എന്താണെന്ന് പോലും അറിവില്ലാത്ത പ്രായത്തിൽ വരുമ്പോൾ എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് പോലുള്ള ഒരു അറിവ് ആ കുട്ടിക്ക് ഉണ്ടാകത്തില്ല. എന്തോ അസ്വാഭാവികമായത് സംഭവിച്ചു എന്നതിനപ്പുറം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ട്രോമയുടെ ഏറ്റക്കുറച്ചിലും ഇത് ഏത് പ്രായത്തിൽ നടന്നു എന്നുള്ളതിന് ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പോൾ ശരിക്കും അറിവായതിനു ശേഷം നടക്കുന്ന ഒരു ട്രോമയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ, ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറങ്ങാതെ ഇരിക്കുക, ഇത്തരം സ്കൂളിൽ പോകാൻ വിസമ്മതിക്കുക, കരയുക, മൗനമായി പോകുക തുടങ്ങിയ ഉള്ള ലക്ഷണങ്ങളൊക്കെയും കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതെന്താണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത പ്രായത്തിൽ എന്തോ ഒന്ന് അസ്വാഭാവികമായി സംഭവിച്ചു, എന്തോ ഒന്ന് അരുതാത്തത് സംഭവിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷെ ആ കുട്ടിക്ക് അറിവില്ലാത്തപ്പോൾ പിന്നെ അതൊരു തിരിച്ചറിവിലേക്ക് വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ ആ കുട്ടിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസ് വരികയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അത് തന്നെയല്ല, ചിലപ്പോൾ ഭയം എന്ന് പറയുന്ന ഒരു വികാരം
വികാരമാണ്. പലപ്പോഴും ഒരാളെ തുറന്നു പറയുന്നതിന് വിസമ്മതിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയമാണ്. ഈ ഭയം എന്ന വികാരം വരുമ്പോൾ തന്നെ എന്തോ മോശം സംഭവിച്ചു, പ്രത്യേകിച്ചും സിനിമയൊക്കെ കാണുമ്പോൾ എന്തോ അരുതാത്ത സംഭവിച്ചു എന്നുള്ള ഒരു ബേസിക് നോളജ് ഒരു പക്ഷെ ഉണ്ടാകുന്ന ആ ഒരു സമയമാണെങ്കിൽ പോലും ഇത് താൻ പുറത്തു പറഞ്ഞാൽ എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കും. അതൊരു പരിധിവരെ ശരി തന്നെയല്ലേ? കാരണം എപ്പോഴും ഇതാരെങ്കിലും തുറന്നു പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ല എന്നുള്ള ചോദ്യം മുതൽ ആരംഭിക്കും. അപ്പോ ഇത് രാജീവൻ സർ സൂചിപ്പിച്ചതുപോലെ ഇത് വീണ്ടും പറയാനുള്ള ഒരാളെ പുറകോട്ടടിക്കുന്ന ഒരു നടപടിയാണ്. അപ്പൊ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ആ കുട്ടി ചിന്തിക്കും, എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മോശക്കാരിയായിട്ട് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്, സമൂഹം എന്നെ മോശം കുട്ടിയായിട്ട് ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ല, മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും കുട്ടിയുടെ ഭാവിയെ ഓർത്ത് ഒക്കെയും പലപ്പോഴും ഞാൻ തന്നെ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്. നമ്മൾ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. അപ്പൊ റിപ്പോർട്ട് ചെയ്യിക്കാനായിട്ട് പോകുമ്പോൾ മാതാപിതാക്കൾ വളരെ കരഞ്ഞ് കാലു പിടിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം അവരുടെ ഭയം മുഴുവനും കുട്ടിയുടെ ഭാവി നശിച്ചു പോകും. അത് തന്നെയല്ല, കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം അത് വളരെയധികം വലുതാണ്. ഞങ്ങൾക്ക് നാണക്കേടാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചും കൂട്ടുകുടുംബ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യത്തിൽ ആ കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൽ വരുമ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ വളരെയധികം ശക്തമാണ്. അപ്പോൾ ഈ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ശേഷിയില്ലാത്തവരുടെ മേലെ ബാക്കി കുടുംബാംഗങ്ങൾ വളരെയധികം സമ്മർദ്ദം ചെലുത്താറുണ്ട്. പിന്നെ നമ്മൾ മറന്നു പോകേണ്ടാത്ത ഒരു വിഷയം, പോക്സോ എല്ലാം രജിസ്റ്റർ ചെയ്തു, കോടതിയിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ തിരിഞ്ഞു നോക്കാറില്ല. കോടതിയിൽ ട്രയലിന് പോയി കഴിഞ്ഞിട്ട് പല കുട്ടികളും എന്നോട് വന്ന് വിതുമ്പി കരഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളും ഇതിന് പോകേണ്ടിയില്ലായിരുന്നു ഡോക്ടറെ. കാര്യം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ദുരനുഭവം, വീണ്ടും വീണ്ടും കോടതിയിൽ റേപ്പ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെ ആ സാഹചര്യത്തിലൂടെ ആ കുട്ടിയും വീട്ടുകാരും വീണ്ടും കടന്നു പോകുന്നു. അത് തന്നെയല്ല, പലപ്പോഴും ഈ കേസിൽ നിന്ന് പിന്മാറാൻ പ്രോസിക്യൂട്ടേഴ്സ് ഉൾപ്പെടെ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. കാരണം ഇത് തോറ്റുപോയുള്ളൂ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഈവൻ മൊഴി മാറ്റി പറയാൻ പോലും പല രീതിയിൽ അവർക്ക് സമ്മർദ്ദം ചെലുത്തുന്നു. ഇതൊക്കെയും യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെയുള്ള ട്രോമ തീർച്ചയായും അത്തരം സാഹചര്യങ്ങൾ മാറേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഡോക്ടർ എൽസി, ഒരു കാര്യം കൂടി, അതായത് ഈ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രതിസന്ധികൾ നിയമപരമായ വിഷയങ്ങൾ നേരിടുമ്പോൾ പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായാൽ വീട്ടിൽ എല്ലാവരും അത്തരത്തിലാകണമെന്നില്ല, സ്കൂളിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായ സ്കൂളിൽ മുഴുവൻ അധ്യാപകരും അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ ഈ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ പ്രകടമാകുമോ? അത് മുതിർന്നവർ എങ്ങനെയാണ്? ഇത് വളരെ കൃത്യമായി മുതിർന്നവർക്ക് വേണ്ടി തന്നെയുള്ള ചോദ്യമാണ്. അവർ എങ്ങനെയാണ് ഈ കുട്ടികളെ തിരിച്ചറിയേണ്ടത്? അതിപ്പോൾ ഒരു അധ്യാപകനാകട്ടെ, ഒരു സഹപാഠിയാകട്ടെ, ഒരു വീട്ടിലെ ഒരു അംഗമാകട്ടെ, ഒരു ബന്ധുവാവട്ടെ, സുഹൃത്താകട്ടെ, ആരുമാകട്ടെ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏത് ഏജിലാണ് ഇത്തരം അസോൾട്ട് ഉണ്ടായതെന്നുള്ളൊരു നിർണായക ഘടകമാണ്. അറിവ് നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അസോൾട്ട് ആണെന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം പ്രായപൂർത്തിയായി കഴിഞ്ഞ് എന്താണ് ലൈംഗികത, എന്താണ് ചൂഷണം, എന്താണ് സെക്സ്, എന്താണ് റേപ്പ്, ഇത് ഇങ്ങനത്തെയൊക്കെ അറിവുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ താൻ ലൈംഗികമായിട്ട് ചൂഷണത്തിന് ഇരയായി എന്ന് കാണുമ്പോൾ അവർ വളരെ ആയിട്ട് അവർ റിയാക്ട് ചെയ്യാറുണ്ട്. അവര് ഉറക്കക്കുറവ് വരാൻ സാധ്യതയുണ്ട്, ഭക്ഷണം വേണ്ടാന്ന് വെക്കാൻ സാധ്യതയുണ്ട്, മൗനമാകാൻ സാധ്യതയുണ്ട്, ആത്മഹത്യാ പ്രവണതയുടെ സാധ്യതയുണ്ട്, പഠനത്തിൽ പിന്നോക്കാവസ്ഥയാകാൻ സാധ്യതയുണ്ട്. ആ സെയിം ലിംഗത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ഭയം വരാനുള്ള ഒരു സാധ്യതയുണ്ട്, വിഷാദമയമായിട്ടുള്ള രീതി വരാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ലേ നൈറ്റ് മെയർസ്, സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്, രാത്രിയിൽ ഉറങ്ങാതിരിപ്പ്, ഇത്തരം സ്വഭാവ വ്യതിയാനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സെൽഫ് ഹാം ബിഹേവിയേഴ്സ്, ആവർത്തിച്ച് സ്വയമായിട്ട് മുറിവേൽപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇതൊക്കെയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു അതിക്രമത്തിന് ഈ കുട്ടി ഇരയായോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ചില കുട്ടികൾ അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മോണിറ്ററിങ് വളരെയധികം ആവശ്യമാണ്. കാരണം ഇത് എന്താണ് അതിനെല്ലാം പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഒരു ക്യൂരിയോസിറ്റി വരാൻ സാധ്യതയുണ്ട്. ഈ ക്യൂരിയോസിറ്റിയുടെ ഒരു തൽഫലമായിട്ട് അവർ ഇത്തരം കാര്യങ്ങൾക്ക് തുടക്കത്തിൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴിയാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് വഴിയാണെന്നുണ്ടെങ്കിലും പുതിയ ചങ്ങാത്തം, കാരണം അവർക്ക് എല്ലാം പുതുമയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും കൗമാരക്കാരായ ഈവൻ ചൈൽഡ്ഹുഡിലുള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അത് തേടി പോകുവാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. അത് അവരുടെ ആ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ തലച്ചോറ് അങ്ങനെയാണ്. അതൊരിക്കലും തെറ്റല്ലാതെ
ശരി തന്നെയാണ്, അങ്ങനെയാണ് പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് മോണിറ്ററിംഗ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഡിവൈസസ് ഉൾപ്പെടെ കുട്ടികൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവര് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോയി വഴുതി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സമൂഹം ജാഗരൂകരായിട്ടിരിക്കണം, മാതാപിതാക്കൾ ജാഗരൂകരായിട്ടിരിക്കണം. കൂടുതൽ സമയം ഫോണുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ഇടപെടലുകൾ എങ്ങനെയാണ്, അത്തരം രീതിയിൽ കുട്ടികൾ കൂടുതൽ സമയം വ്യാപൃതരായിട്ടിരിക്കുന്നുണ്ടോ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത്. തീർച്ചയായും അത്തരം ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഡോക്ടർ സോയ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംവിധാനത്തിലെ പോരായ്മകൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു സംവിധാനത്തെ പൂർണ്ണമായും നമുക്ക് തള്ളിപ്പറയാൻ സാധിക്കുകയുമില്ല. നോക്കൂ, നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സംഘടനകളാകട്ടെ, യുവജന പ്രസ്ഥാനങ്ങളാകട്ടെ, അവരെല്ലാം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെ കുറ്റപ്പെടുത്താം എന്നതിലേക്ക് മാത്രമാണ്. ഇത് ഏത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ പൊതുവെ കണ്ടുവരുന്നൊരു ശീലം എന്നതിതാണ്. എന്നാൽ നമ്മുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ അത് ഭരണത്തിലോ പ്രതിപക്ഷത്തിലോ ഒന്നും വ്യത്യാസമില്ലാതെ നമ്മുടെ സംഘടനകൾക്ക് സാധിക്കും. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കടക്കം സാധിക്കും, സർവീസ് സംഘടനകൾക്കടക്കം സാധിക്കും, അധ്യാപക സംഘടനകൾക്കടക്കം സാധിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടി സജീവമായ ഒരു ഇടപെടൽ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിഷയത്തിലെങ്കിലും ഉണ്ടാകേണ്ടത് അനിവാര്യതയല്ലേ? ഇല്ല, തീർച്ചയായും ഞാൻ ഇവിടെ പറഞ്ഞു വെച്ച ആ കാര്യത്തോട് ഞാൻ ആ സിസ്റ്റത്തിനെ, കാരണം എന്റെ പേരിന്റെ അടിയിൽ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പേര് എഴുതി വെച്ചത് കൊണ്ട് ഞാൻ പറയുന്നത് അന്ധമായി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പേരുള്ളത് കൊണ്ട് ആ സിസ്റ്റത്തെ ശരിപ്പെടുത്തുക എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയ ലാക്കോട് കൂടെയാണ് എന്ന് ചിന്തിച്ചു വെക്കരുത്. കാരണം ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ട് 5 വർഷം ആ കുട്ടി കാത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഉൾപ്പെടെയുള്ള സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. 5 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 1800 ദിവസം കഴിഞ്ഞല്ല ഒരു പെൺകുട്ടി അത്തരം ഒരു ട്രോമയെ വെളിപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു വെക്കും. കാരണം ഇവിടെ വളരെ കൃത്യമായി എല്ലാവരും സംസാരിച്ചു. നിങ്ങൾക്കറിയാം, ഇപ്പൊ പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ ഒരു മെച്യൂരിറ്റി ഏജ് വളരെ നേരത്തെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു 13-14 വയസ്സായ പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവളെ സംബന്ധിച്ച് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഡോക്ടർ പോലും പറയുകയുണ്ടായി, ഒരു 14 വയസ്സ് ആയ ഒരു പെൺകുട്ടി എന്തോ അസ്വാഭാവികമായ ഒന്നാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ചിന്തിക്കേണ്ട വിധം അറിവില്ലാത്ത ഒരാളാണ് എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ എന്താണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തിലൂടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന പാഠപുസ്തകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഗർഭധാരണത്തിന്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ അതിനെന്തെല്ലാം അവയവങ്ങൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ട് എന്നല്ല പഠിപ്പിച്ചു വെക്കേണ്ടത്. എന്താണ് ലൈംഗികത എന്നുള്ളത് മാത്രമല്ല, എന്താണ് ലൈംഗിക അതിക്രമം എന്നും കൂടി പഠിപ്പിക്കാനുള്ള സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആവർത്തി പറയുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ സർക്കാരിന്റെ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികളും കുറെ കൂടെ ത്വരിതമായി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ ഇനിയും 5 വർഷം കാത്തിരുന്നതുപോലെ ട്രോമയുള്ള കുട്ടികളെ സൃഷ്ടിക്കാനല്ല ഈ സിസ്റ്റം ഉപയോഗിക്കേണ്ടത്. ആ സിസ്റ്റത്തിൽ തിരുത്തലുകൾ തന്നെയാണ്. ഞാൻ ആ പെൺകുട്ടി 5 കൊല്ലം കഴിഞ്ഞ് എന്തുകൊണ്ട് പറഞ്ഞു എന്നല്ല ചോദിച്ചത്, അത് പറയാനുള്ള ഒരു മാനസികാവസ്ഥ എന്തുകൊണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സിസ്റ്റത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ കുറ്റബോധം കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതൊരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള, കാരണം അത്തരം കുഞ്ഞുങ്ങളെ എല്ലാം നമുക്ക് വേണ്ടത്. ജീവിതകാലം മുഴുവൻ ട്രോമയോടുകൂടി ജീവിക്കേണ്ടി വരുന്ന, നമ്മൾ ഈ പറയുന്ന അതിജീവിത എന്നുള്ള പേരാണെങ്കിൽ പോലും ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരാളെ അല്ല സൃഷ്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് കേവലം എലമെന്ററി ക്ലാസ്സിൽ പോലും പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറ്റെല്ലാ കാര്യങ്ങളും, നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുക, അവർ എല്ലാത്തിലും സ്കിൽഡ് ആണ്. അവർക്കൊരു മൊബൈൽ ഉപയോഗിക്കാൻ, അവർക്ക് ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ, ടെക്നിക്കൽ ആയിട്ടുള്ള എന്ത് കാര്യം നിങ്ങൾ ഒരു 10 വയസ്സുകാരനോട് 10 വയസ്സുകാരിയോട് ചോദിച്ചോളൂ. ഇത് സ്വയം അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ തിരിച്ചറിയാനുള്ള, അല്ലെങ്കിൽ ആ ശരീരത്തിൽ നടക്കുന്ന അസോൾട്ടുകളെ, അബ്യൂസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ തിരിച്ചറിയാൻ അവരെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന തലമുറയ്ക്ക് അതിന്റെ കുറ്റമുണ്ട്. കാരണം നമ്മൾ പണ്ട് അല്ലെങ്കിൽ 10 കൊല്ലം മുൻപുണ്ടായിരുന്നു, ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു വെച്ചു, അത്തരം മാനസിക വൈകല്യങ്ങളുള്ള, ലൈംഗികമായിട്ട് വികലമായ ചിന്താഗതിയുള്ള ഒരു സമൂഹമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് പല കാരണങ്ങൾ കൊണ്ടും. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് മാറാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കി. തീർച്ചയായും അങ്ങനെ ഒരു സിസ്റ്റമാണ് ഉണ്ടാകേണ്ടത്. അഡ്വക്കേറ്റ് രാജീവ്, ഇവിടെ ഞാൻ സമയപരിമിതി മൂലമാണ്, നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് രാജീവ്, ഇവിടെ ഡോക്ടർ എൽസി ഉമ്മൻ സൂചിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളുമായി പൊതുരംഗത്തേക്ക് എത്തുമ്പോൾ അവർ നേരിടേണ്ട പ്രതിസന്ധികൾ, അവിടെ ആ പെൺകുട്ടി മാത്രമല്ല അവരുടെ കുടുംബം, അവരോടൊപ്പം നിൽക്കുന്നവരൊക്കെ ഇത്തരം വലിയ പ്രതിസന്ധികളെയാണ് അതിജീവിക്കേണ്ടി വരുന്നത്.
അവർക്ക് നമ്മുടെ സംവിധാനത്തിലൂടെ എന്തൊക്കെ കൂടുതൽ കരുത്ത് പകരാൻ സാധിക്കും? ഏത് നിലയിലാണ് അവരെ പിന്തുണയ്ക്കാൻ നമുക്ക് സാധിക്കുക? രാജീവ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാമോ? നമുക്ക് ഈ വിഷയങ്ങളിലേക്കെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ ഏറ്റുപറയാനുള്ള കാലാവസ്ഥയെ പറ്റി വീണ്ടും ചർച്ച വരുമ്പോൾ ഞാൻ പറയുന്നത്, നമുക്കൊരു കുട്ടിയുടെ മനസ്സിന്റെ ചിന്തയ്ക്കൊപ്പം നിന്ന് കുട്ടിയോടൊപ്പം കുട്ടിയെ പോലെ ചിന്തിക്കാൻ കഴിയാത്തതിന്റെ ഒരു പോരായ്മ നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ സമ്മതിച്ചു പോകണം. ഇപ്പൊ ഞാനും താങ്കളും അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരടക്കം നമ്മൾക്ക് ഒരു ദൈനംദിന ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുള്ള ഭാഗമായിട്ട് എന്തെല്ലാം ട്രോമയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമ്മളിൽ എത്ര പേർ ആ ദുരനുഭവങ്ങളെ ഏറ്റുപറയാൻ തയ്യാറാവുന്നുണ്ട്? മുതിർന്നവർക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ കുട്ടിയെ പറ്റി പറഞ്ഞ എന്തുകൊണ്ട് കുട്ടി ഏറ്റു പറയുന്നില്ല. അപ്പൊ എല്ലായിടത്തും ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടിയാണ് തെറ്റുക എന്ന വിലയിരുത്തൽ പൊതുസമൂഹം മാറ്റണം. അവിടെ പേരന്റിങ്ങിന്റെ പ്രശ്നമുണ്ട്, പൊതുസമൂഹം ഈ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടിയെ നോക്കിക്കാണുന്നതിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് മുതിർന്നവർക്ക് അതിന്റെ ഒരു മെച്ചൂരിറ്റി ലെവലിൽ നിന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല? നമ്മൾ ഈ പറഞ്ഞ കുട്ടിയെ കുറ്റപ്പെടുത്തുന്ന അല്ലാന്നായിരിക്കും അതിന് മറുപടി. പക്ഷേ കുട്ടിയെ പോലെ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണ്ടേ? ഇനി അതിൽ രക്ഷാകർത്തത്തിന്റെ വലിയ വിഷയമുണ്ട്. അതായത് ഒരു തലമുറ മുമ്പുള്ളവരെ സംബന്ധിച്ച് വീട്ടില് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പശുവിന് പുല്ലരിയാൻ, ആടിന് അത് അരിഞ്ഞു കൊടുത്താൽ അതിന് കുറവ് വന്നാൽ അതിന്റെ പേരിൽ ശിക്ഷ കേൾക്കുന്നു. അങ്ങനെ ജീവിതത്തിലൂടെ കടന്നു വന്ന ആളുകൾ രക്ഷകർത്താക്കളായി മാറിക്കഴിഞ്ഞപ്പോ അവരെല്ലാം ഈ പറഞ്ഞ ഞങ്ങൾക്ക് ലഭിക്കാത്തത് കുട്ടിക്ക് നേടിക്കൊടുക്കാൻ അവരെല്ലാം വലിയ താല്പര്യം കാണിക്കുന്നു. പക്ഷേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവരെല്ലാം വരി എന്റെ ഒരു പോയിന്റ്, ഒരു കുട്ടി ജനിച്ച് നമ്മൾ അതിന്റെ 1ാം പിറന്നാൾ 2ാം പിറന്നാൾ എല്ലാം ആഘോഷിക്കുമ്പോഴും ആ കുട്ടിയുടെ രക്ഷകർത്താവായതിന്റെ 1ാം പിറന്നാൾ 1 വർഷം പൂർത്തീകരിച്ചത് ചിന്തിക്കുന്നുണ്ടോ? അത് അപ്പൊ ആ പോയിന്റിൽ 16 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ രക്ഷകർത്താവിന് രക്ഷകർത്തൃത്വത്തിന്റെ 16 വർഷമായതോടുകൂടി തിരിച്ചറിയണ്ടേ? അപ്പൊ 16 വയസ്സുള്ള കുട്ടിക്കുണ്ടായ തെറ്റിനെ രക്ഷകർത്തൃത്വത്തിന്റെ പെശക് കൂടിയാണ് എന്ന് വിലയിരുത്താൻ എന്താ കഴിയാതെ പോകുന്നത്? പിന്നെ താങ്കളുടെ ചോദ്യം, ഇതിനെല്ലാം തിരുത്തൽ വരേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കെല്ലാം ഈ സിസ്റ്റം നിൽക്കുമ്പോഴും സിസ്റ്റത്തെ പറ്റിയുള്ള ധാരണ അങ്ങ് ബോട്ടം ലെവൽ വരെ ഉണ്ടോ എന്നൊരു പ്രശ്നമുണ്ട്. ഞങ്ങളിവിടെ CWC എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതും പ്രത്യേകിച്ച് ശ്രദ്ധയും സംരക്ഷണം വേണ്ട കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ള നിലയ്ക്കാണ് വേണ്ടത്. പക്ഷെ ഞങ്ങൾ അതിന്റെ ഒരു പടി, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ഏറ്റെടുത്താൽ മതി സാങ്കേതികമായി. പക്ഷെ ഞങ്ങളിപ്പോ കഴിഞ്ഞ വർഷം മുതൽ എടുത്തിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസുമായി കേന്ദ്രീകരിച്ച് ചിറകെന്ന് പറഞ്ഞൊരു പരിപാടി എടുത്തിട്ടുണ്ട്. അതായത് കുട്ടികൾക്കുള്ള നിയമങ്ങൾ എന്തൊക്കെ, കുട്ടികൾക്കുള്ള പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെ, കുട്ടികൾക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ഇങ്ങനെ 3 ഹെഡിലായി അതിന്റെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കി പരമാവധി ഇടങ്ങളിലേക്ക്, ഇവിടെ ആരോ ചർച്ചയിൽ സൂചിപ്പിച്ചു സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ അധ്യാപകർ, അപ്പൊ അതിലൊരു തിരുത്തലുണ്ട് കേട്ടോ. കാരണം ഹൈസ്കൂൾ അധ്യാപകർ ഇപ്പൊ സർവീസിലുള്ളവരെ സംബന്ധിച്ച് ഇതിനുള്ള പരിശീലന പരിപാടി ഇപ്പം നടക്കുന്നുണ്ട്. പോക്സോ അടക്കമുള്ള സെക്സ് എഡ്യൂക്കേഷനെ സംബന്ധിച്ച് പരിശീലന പരിപാടി ഇപ്പം നടന്ന് അതുകൂടെ കൂടി അതിനോട് ചേർത്ത് പോകുന്നു. BEdന്റെ ഭാഗമായിട്ട് BEdന്റെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പോക്സോ അടക്കമുള്ള സെക്സ് എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ പരിശീലനം നടന്നു വരുന്നു, അല്ലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടോ എന്നോട് കൂടി ഈ അവസരത്തിൽ പറയാം. ഞങ്ങൾ ഈ ചെറിയ ഭാഗമായിട്ട് കുടുംബശ്രീയുടെ CDSന്റെ ജനറൽ ബോഡിക്ക് ആവട്ടെ, അധ്യാപകരുടെ മേഖലയിലാവട്ടെ, ഞങ്ങൾക്ക് കിട്ടുന്ന ഇടങ്ങളിലേക്കെല്ലാം ഈ പറഞ്ഞ 3 ഹെഡിലുള്ള പരിപാടികളെ എത്തിച്ചുകൊണ്ട് കുട്ടികളിലെ സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. ഇനിയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോഴും പറയേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു വാർത്തകളും ഞങ്ങൾ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയല്ല, മറിച്ച് നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും ഇത് അറിയേണ്ട വാർത്തയാണ്. അവർ എല്ലാവരും ഒരുപോലെ തിരുത്തേണ്ട വിഷയമാണ്. ആ തിരുത്തലിൻ്റെ ആവശ്യകതയുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആവർത്തിച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പൂർണ്ണമാകുന്നു. നമസ്കാരം.